മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ്. പീരീഡ് ഫാന്റസി ജോണറിൽ ഒരുങ്ങിയ ചിത്രം കുട്ടികൾക്കായി ഒരുക്കിയതാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ബറോസ് റിലീസ് ഡേ കളക്ഷൻ 3.6 കോടി നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മലയാളത്തിലെ ബോഗൻ വില്ലയും മഞ്ഞുമൽ ബോയ്സിന്റെയും കളക്ഷൻ ബറോസ് മറികടന്നിരിക്കുന്നു എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ബോഗൻ വില്ല റിലീസ് ഡേ കളക്ഷൻ 3.3 കോടി രൂപയാണ്. മഞ്ഞുമൽ ബോയ്സിന്റെയും കളക്ഷൻ 3.3 കോടി രൂപയായിരുന്നു. ഇന്ത്യൻ നെറ്റ് കളക്ഷൻ കണക്കുകളാണ് ഇതെന്നും റിപ്പോർട്ടുകൾ ചെയ്യുമ്പോൾ ആവേശം 3.65 കോടിയുമായി ബറോസിന് തൊട്ടു മുന്നിലുണ്ട്. ബറോസിന്റെ റിലീസ് പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് എന്നതും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. കേരളത്തിൽ ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ 1 കോടിയിലധികം നേടിയിരുന്നു. എന്തായാലും എന്തിനിങ്ങനൊരു സിനിമ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതൊരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഒരു നടനായോ സംവിധായകനായോ ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്നത് മറ്റൊരാൾ ചെയ്താൽ രണ്ടാമത് ആയി പോകും. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്, ബ്ലെസ്സിംഗ് ആണ്. ഞാൻ പിന്നെ വിചാരിച്ചു 47 വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തിൽ എന്റെ പ്രേക്ഷകർ നൽകിയ സ്നേഹവും ആ റെസ്പെക്റ്റും അതിന്റെ ഒരു ഉത്തരവാദിത്തം പോലെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയൊരു ചിത്രം എടുക്കാമെന്ന്, ഫാമിലിക്ക് വേണ്ടി ഒരു ചിത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ച് ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഉള്ളൊരു പ്ലാൻ ഒന്നുമല്ല. എന്തായാലും നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടിയും ആശീർവാദത്തോടു കൂടിയും ഈ സിനിമ നന്നായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോഹൻലാലിന്റെ വാക്കുകളായിരുന്നു ഇത്. അദ്ദേഹം ശരിക്കും ആഗ്രഹിച്ച് ചെയ്ത സിനിമ തന്നെയാണ് ബറോസ്. അത് പിള്ളേരുടെ വാക്കുകളിൽ ഉണ്ട്. ഇത്രയും കാലം ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ നല്ലൊരു കൊമേഴ്ഷ്യൽ സബ്ജക്റ്റ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് സിനിമ ചെയ്യാമായിരുന്നു, കോടികൾ വാരാമായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി അയാൾ അത് ചെയ്തിട്ടുണ്ട്. എങ്കിൽ അയാളിൽ ആരോ പറയും പോലെ ഒരു കുട്ടി ഒളിഞ്ഞു കിടപ്പുണ്ട്. കുറ്റം പറയുന്നവർക്കെന്നും പറയാമല്ലോ. മലയാളത്തിൽ കണ്ടതിൽ സാങ്കേതികപരമായി ഏറ്റവും മികച്ച 3D സിനിമയാണ്. കണ്ണിന് അരോചകമായ ഗിമിക്കുകൾക്ക് ശ്രമിക്കാതെ വളരെ കംഫർട്ടബിൾ ആയ ഗംഭീര കാഴ്ചകൾ സിനിമയിലുണ്ട്. സന്തോഷ് ശിവന്റെ ക്യാമറ കാഴ്ചകളും മികച്ചതാണ്. എന്നാൽ ആ മികവ് തിരക്കഥയിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സിനിമയെ വേറെ തലത്തിലേക്ക് കൊണ്ടെത്തിക്കാമായിരുന്നു. 400 വർഷമായി നിധി കാക്കുന്ന ബറോസ് എന്ന ഭൂതവും ആ നിധിയുടെ അവകാശിയായ ഇസബെല്ല എന്ന പെൺകുട്ടിയും തമ്മിലുള്ള ആത്മബന്ധമാണ് സിനിമയുടെ കാതൽ. വളരെ ലളിതമായ സ്റ്റോറി ലൈൻ തിരക്കഥയായപ്പോൾ പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യുന്നതിൽ സിനിമയുടെ അവസാനത്തോടെയാണ് അല്പമെങ്കിലും വിജയിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും ബറോസ് തന്റെ കടമ നിറവേറ്റി കഴിഞ്ഞിരുന്നു. സിനിമയുടെ പശ്ചാത്തല സംഗീതവും പാട്ടുകളും മികച്ചതാണ്. എങ്കിലും മോഹൻലാലിന് പകരം എക്സ്റ്റാബ്ലിഷ് ആയ ആരെങ്കിലും പാടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയെന്നും ചിലർ പറയുന്നുണ്ട്. മോഹൻലാലും ഇസബെല്ലയും ഒഴിച്ചുള്ള കാസ്റ്റിംഗ് അത്ര മെച്ചമായിട്ടില്ല. ഗുരു സോമസുന്ദരമൊക്കെ ഇപ്പോഴും മിന്നൽ മുരളിയിൽ നിന്നും വണ്ടി കയറിയിട്ടില്ല എന്ന് തോന്നുന്നു എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ഒരു സേഫ് സോൺ സബ്ജക്റ്റിനെ സമീപിക്കാതെ താരതമ്യേന അപകടം പിടിച്ച 3D ഫാന്റസി തന്റെ ആദ്യ സംവിധാന സംരംഭമാക്കിയപ്പോൾ മോഹൻലാൽ സംവിധായകൻ എന്ന നിലയിൽ നിരാശപ്പെടുത്തിയിട്ടില്ല. പക്ഷേ തിരക്കഥ കെട്ടുറപ്പുള്ളതാക്കുന്നതിൽ ശ്രദ്ധിച്ചില്ല എന്നതാണ് ജെന്യൂനായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ എത്തിയത്. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്?